ലോകമെമ്പാടും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷമുണർത്തി മറ്റൊരു ക്രിസ്മസ് ദിനത്തെ കൂടി വരവേറ്റിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊളവയൽ സെന്റ് ജോർജ് ചർച്ചിലാണ്. ഇവിടെ കുറെ ആളുകളൊക്കെ ഉണ്ട്. ക്രിസ്മസിന്റെ ആഘോഷത്തെ വരവേറ്റിരിക്കുകയാണ്. നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ? രാജാധിരാജൻ പിറന്നു, പാരിന്റെ നാഥൻ പിറന്നു, ഗോശാലയിൽ പുൽമെത്തയിൽ രക്ഷകനീശോ പിറന്നു. രാജാധിരാജൻ പിറന്നു, പാരിന്റെ നാഥൻ പിറന്നു, ഗോശാലയിൽ പുൽമെത്തയിൽ രക്ഷകനീശോ പിറന്നു. വിണ്ണിൻ നാഥനായ ഈശോ ബത്ലഹേമിലിന്നു പിറന്നു വീണിതാ. വിണ്ണിൻ നാഥനായ ഈശോ ബത്ലഹേമിലിന്നു പിറന്നു വീണിതാ. രാജരാജനേശുവിനെ ഹൃത്തിലെന്നും സ്വീകരിച്ചിടാ. രാജരാജനേശുവിനെ ഹൃത്തിലെന്നും സ്വീകരിച്ചിടാ. പാടിടാം പാടിടാം പാടി വാഴ്ത്തിടാം, ലോകത്തിൻ്റെ രക്ഷകനെ വാഴ്ത്തിടാം. മഹിമയേറും സ്തുതികളോടെ നിത്യവും വാഴ്ത്തിടാം. പാടിടാം പാടിടാം പാടി വാഴ്ത്തിടാം, ലോകത്തിൻ്റെ രക്ഷകനെ വാഴ്ത്തിടാം. മഹിമയേറും സ്തുതികളോടെ നിത്യവും പാടി വാഴ്ത്തിടാം. മനോഹരമായൊരു പാട്ട് തന്നെയാണ്. നമുക്കിനി ഇവിടെ അച്ഛനുണ്ട്. അച്ഛാ, ക്രിസ്മസ് ആണ്. വലിയ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആളുകൾ കാണുന്ന ഒരു ദിനം കൂടിയാണ്. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ക്രിസ്മസ് എപ്പോഴും അസ്വസ്ഥതകളുടെയും അവ്യക്തതകളുടെയും നക്ഷത്രങ്ങൾ ജ്വലിച്ചുകൊണ്ട് അവയെല്ലാം നീക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥതകളുണ്ട്, അവ്യക്തതകളുണ്ട്. ഈ അസ്വസ്ഥതകളെയും അവ്യക്തതകളെയും നീക്കുന്ന നക്ഷത്രമാണ് ക്രിസ്തു. അതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും. ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണ്? മൊത്തത്തിൽ ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു ആഘോഷമായിട്ടും എൻ്റെ തിരുപ്പറിയുടേതായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആഘോഷിക്കും. ഇപ്പോൾ കുർബാനൊക്കെ, രാവിലത്തെ കുർബാനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി വീടുകളിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടി ചേർന്ന് വീടുകളിൽ ചേർന്ന് റിലേറ്റീവ്സ് ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ച് അങ്ങനെ ആഘോഷിക്കും. പാതിരാ കുർബാനയായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. ഇതിപ്പോൾ രാവിലെ പ്രായമായിട്ടുള്ളവർ അങ്ങനെയുള്ളവർ പാതിരാ കുർബാന നല്ല രീതിയിൽ. ഇനി വീടുകളിൽ ആഘോഷവും കാര്യങ്ങളൊക്കെ. എന്തായാലും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. രാവിലത്തെ കുർബാന കഴിഞ്ഞു. ഇനി ബാക്കി വീടുകളിലൊക്കെ പോയി കുടുംബങ്ങളും സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള നല്ലൊരു ക്രിസ്മസ് ദിനം തന്നെ നമുക്ക് ആശംസിക്കാം. വയനാട്ടിൽ നിന്നും ഫൈസൽ നെടുമ്പാല, മീഡിയ 1.